ദിവ്യാംഗരുടെ ശാക്തീകരണത്തിനായി തിരുവനന്തപുരത്ത് ദേശീയ വേദി ഒരുങ്ങുന്നു. സക്ഷം ഉത്സവ് 2027 എന്ന പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. 2027 ജനുവരി 20 മുതൽ 24 വരെ 5 ദിവസങ്ങളിലായിട്ടാകും പരിപാടി നടക്കുക. ഭിന്നശേഷിക്കാരുടെ കഴിവുകളെ സമൂഹത്തിന് ശക്തിയായി മാറ്റുന്നതിനാണ് പരിപാടിയെന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി രാജ്യത്ത് തന്നെ ആദ്യമായാണ് നാഷണൽ എബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ ഉൾച്ചേരൽ, സമത്വം, സ്വയം പര്യാപ്തത, സാങ്കേതിക വിദ്യ, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുക. സക്ഷം ഉത്സവ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി 2027 ജനുവരി 20 മുതൽ 24 വരെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കും. സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽ ഉണ്ടോ, കഴിവുകളുണ്ടോ, പ്രാപ്തിയുണ്ടോ, അതെല്ലാം ഇവരിലും അന്തർലീനമാണ്. പക്ഷെ സമൂഹത്തിന്റെ ഒരു പിന്തുണ അവർക്ക് വേണ്ടി വരും. ആ പിന്തുണ സാധ്യമാകുന്ന തരത്തിൽ സമൂഹ മനസ്സിനെ രൂപപ്പെടുത്തുക ഒന്നാമത്തെ ലക്ഷ്യം. അതാണ് സമൂഹ മനസ്സിനെ നമ്മുടെ ദിവ്യാംഗ സഹോദരങ്ങൾക്ക്, ഭിന്നശേഷി അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ഉയരാനും പടരാനും സാധ്യമാകുന്ന തരത്തിൽ സമൂഹ മനസാക്ഷിയെ സജ്ജമാക്കുക. സക്ഷമ കേരളയുടെ നേതൃത്വത്തിലാണ് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുന്നത്. 5 ദിവസത്തെ ദേശീയ പരിപാടിയിൽ സർക്കാർ സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, അക്കാദമിക് രംഗം, ഗവേഷകർ, ആരോഗ്യ പുനരധിവാസ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കും. ദേശീയ സെമിനാറുകൾ, നയസംവാദങ്ങൾ, നൈപുണ്യ വികസന ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും പരിപാടിയുടെ ഭാഗമാകും. സക്ഷം ഉത്സവിന്റെ സുസഞ്ചാലനം ലക്ഷ്യമാക്കി തിരുവനന്തപുരം സൗത്ത് പാർക്കിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. സക്ഷമ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്ത് അധ്യക്ഷനായ പരിപാടിയിൽ RSS പ്രാന്ത കാര്യവാഹ് TV പ്രസാദ് ബാബു, സേവാശക്തി ഫൗണ്ടേഷൻ കോന്നി മോഹനൻ, സിസ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ, സക്ഷമ സ്റ്റേറ്റ് സെക്രട്ടറി OR ഹരിദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.